തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവിനിക്കെന്തിനു നാഥാ. അപദാനമിപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥാ. ഈ ജീവിതമെന്തിനു നാഥാ. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവിനിക്കെന്തിനു നാഥാ. അപദാനമിപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥാ. ഈ ജീവിതമെന്തിനു നാഥാ. പുലരിയിൽ പൂപ്പാളം പാടിയുണർത്തുന്ന കിളികളോടൊന്നു ചേർന്നാർത്തു പാടാം. പുലരിയിൽ പൂപ്പാളം പാടിയുണർത്തുന്ന കിളികളോടൊന്നു ചേർന്നാർത്തു പാടാം. പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുളിർക്കാറ്റിലലിഞ്ഞു ഞാൻ പാടാം. പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുളിർക്കാറ്റിലലിഞ്ഞു ഞാൻ പാടാം. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവിനിക്കെന്തിനു നാഥാ. അപദാനമിപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥാ. ഈ ജീവിതമെന്തിനു നാഥാ. അകലെയാകാശത്തു വിരിയുന്ന താരതൻ മിഴികളിൽ നോക്കി ഞാൻ ഉയർന്നു പാടാം. അകലെയാകാശത്തു വിരിയുന്ന താരതൻ മിഴികളിൽ നോക്കി ഞാൻ ഉയർന്നു പാടാം. വാനമേഘങ്ങളിൽ ഒടുവിൽ നീയെത്തുമ്പോൾ മാലാഖമാരുത്തു പാടാം. വാനമേഘങ്ങളിൽ ഒടുവിൽ നീയെത്തുമ്പോൾ മാലാഖമാരുത്തു പാടാം. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവിനിക്കെന്തിനു നാഥാ. അപദാനമിപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥാ. ഈ ജീവിതമെന്തിനു നാഥാ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, ഈ നിമിഷം അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാനായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചത് സൗഭാഗ്യമാണ്. അങ്ങയെ സമ്പൂർണ്ണമായി അറിയാനും സ്നേഹിക്കാനും സാധിക്കുന്നു എന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. അങ്ങയെ അറിയുന്നില്ലെങ്കിൽ മറ്റെല്ലാ അറിവുകളും കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? മറ്റെല്ലാ അറിവുകളും ഒരു നാൾ നിഷ്പ്രഭമാകും. അങ്ങ് മാത്രം നിലനിൽക്കും. അങ്ങയെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമേ ഞങ്ങളുടെ ഹൃദയത്തിന് നിറവ് വരികയുള്ളൂ. സ്നേഹിക്കാൻ വേണ്ടി മാത്രം മരിച്ചിട്ടുള്ളത് അങ്ങ് മാത്രമാണ്. ഞങ്ങളിൽ നിന്നും അങ്ങയ്ക്കൊന്നും കിട്ടാനില്ലാതിരിക്കെ പോലും അങ്ങയ്ക്കുള്ളത് മുഴുവനും അല്ല, അങ്ങയെ മുഴുവനും ഞങ്ങൾക്ക് നൽകി. ഞങ്ങളിൽ നിന്നും നന്ദികേടും കൃതജ്ഞതയും മാത്രമേ അങ്ങക്ക് ലഭിച്ചിട്ടുള്ളൂ. എന്നാൽ ഒരു പരിഭവവും പറയാതെ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുക മാത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞങ്ങളോട് സ്നേഹം മാത്രം കാണിച്ചിട്ടുള്ള അങ്ങയെ അല്പമായിട്ടെങ്കിലും സ്നേഹിക്കാൻ കഴിഞ്ഞാൽ അത് മാത്രമായിരിക്കും ഞങ്ങളുടെ സൗഭാഗ്യം. ഈശോയെ, ഈ ആരാധന നിമിഷങ്ങളിൽ അങ്ങയുടെ സന്നദ്ധിയിലായിരിക്കുമ്പോൾ ഈശോയെ ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു, അങ്ങയുടെ അടുക്കലായിരിക്കുമ്പോൾ പോലും അങ്ങയെ അറിയാൻ എത്ര വിമുഖതയാണ് ഞങ്ങൾ കാണിച്ചിട്ടുള്ളത്. അങ്ങയെ അറിയുവാനുള്ള ഒന്നാമത്തെ വഴി പ്രാർത്ഥന തന്നെയാണ്. പ്രാർത്ഥനയെ ഞങ്ങൾ സ്നേഹിക്കാതിരുന്നിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്കായുള്ള സമയം നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ഞങ്ങൾക്കൊരു ആവലാതിയും ഇല്ലാത്തതുപോലെ ആയിട്ടുണ്ട്. കർത്താവേ, പ്രാർത്ഥന ഞങ്ങളുടെ ആത്മാവിൻ്റെ ജ്വരമാക്കി തീർക്കണമേ. അങ്ങയെക്കുറിച്ച് അനേക വിശിഷ്ട ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അവയെല്ലാം ഞങ്ങൾ ആർത്തിയോടെ വായിച്ച് അങ്ങയെക്കുറിച്ചുള്ള അറിവിൽ ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിക്കേണ്ടതാണ്. പക്ഷേ അത്തരം ഗ്രന്ഥങ്ങളൊക്കെ വായിക്കാൻ പലപ്പോഴും ഞങ്ങൾ താല്പര്യം കാണിക്കാതിരിക്കുന്നു. വെറും നൈമിഷികമായ ആനന്ദം നൽകുന്ന കഥകളും വിനോദങ്ങളും വായിക്കാനാണ് ഞങ്ങൾക്ക് പലപ്പോഴും താല്പര്യം. അങ്ങയെ സ്നേഹിക്കുന്നതെല്ലാം ഞങ്ങൾ സംതൃപ്തി കാണിക്കുന്നത്. ലൗകിക സംഭാഷണങ്ങളിലും മാനുഷിക സഹവാസത്തിലും ഞങ്ങൾ ആനന്ദം തേടിപ്പോകുന്നു. ഈശോയെ, ഞങ്ങളുടെ ആത്മാവ് എത്രയോ കടുത്തുപോയിരിക്കുന്നു. ഞങ്ങളുടെ ബുദ്ധിക്ക് അന്ധത ബാധിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയം കഠിനമായിരിക്കുന്നു. അങ്ങയുടെ സ്നേഹമാധുരി ഞങ്ങളെ വീണ്ടും അങ്ങ് വർഷിക്കണമേ. അങ്ങയെ അറിയാനുള്ള ആഗ്രഹത്താൽ ഞങ്ങളുടെ ബുദ്ധിയെ അങ്ങ് നിറയ്ക്കണമേ. നിന്നെയല്ലാതെ മറ്റെന്ത് കിട്ടിയാലും ഞങ്ങളുടെ ഹൃദയത്തിൽ തൃപ്തി വരാത്ത വിധം ഞങ്ങളെ അങ്ങ് പരിവർത്തനം ചെയ്യണമേ എന്ന് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, അങ്ങയെ അറിയുന്നത് മാത്രമാണ് യഥാർത്ഥമായ പ്രകാശം. അങ്ങയെക്കുറിച്ച് കഴിയുന്നത്ര അറിയുവാൻ ആവേശം ഞങ്ങളെ വളർത്തണമേ. പ്രാർത്ഥിച്ചും സഹിച്ചും അങ്ങയോടുള്ള സ്നേഹം കാണിക്കാനുള്ള ഒരു അവസരവും ഞങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കട്ടെ. കർത്താവെ, അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നില്ലെങ്കിൽ ഈ ആഗ്രഹങ്ങളൊന്നും ഞങ്ങളെ പൂവണിയുകയില്ല.
ഈശോ തൻ്റെ കയ്പേറിയ പീഡകളെ സംബന്ധിച്ച് പല പ്രാവശ്യം തൻ്റെ ശിഷ്യന്മാരോട് മുൻപേ കൂട്ടി സംസാരിച്ചിട്ടുണ്ട്. പ്രസ്തുത വചനത്തിന് അവരുടെ മേലുണ്ടായ ഫലം എന്താണെന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. അവിടുന്ന് ദൈവപുത്രനാണെന്ന് പത്രോസ് ശ്ലീഹ ഏറ്റുപറഞ്ഞ ശേഷമാണ് തൻ്റെ പീഡാനുഭവത്തെപ്പറ്റി അവിടുന്ന് പ്രതിപാദിച്ചത്. ഈ ലോകത്തിൽ അവിടത്തോടുകൂടെ സഹിക്കാൻ സന്നദ്ധതയില്ലാത്തവൻ പരലോകത്തിൽ അവിടത്തോടുകൂടി ആനന്ദിക്കുകയില്ല. തന്നിമിത്തം ക്ഷമയോടുകൂടി കുരിശു വഹിക്കുന്നതിൽ തന്നെ അനുകരിക്കുവാൻ പ്രചോദനം നൽകുന്നതിനായിരുന്നു ഈ പ്രവചനം. എന്നാൽ പത്രോസ് ശ്ലീഹ എന്താണ് ചെയ്തത്? അവിടുത്തെ പീഡാനുഭവം തള്ളിപ്പറയുന്നു. പിശാചിന്റെ പരീക്ഷയിലാണോ, ആർദ്രമായ സ്നേഹത്താലാണോ പത്രോസ് ശ്ലീഹ ഇങ്ങനെ ചെയ്തതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ ഇത്ര അപമാനകരമായ പീഡകൾ സഹിക്കുന്നത് ശരിയല്ലെന്നായിരിക്കാം പത്രോസ് ചിന്തിച്ചത്. ഗലീലയിൽ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങുമ്പോൾ ഈശോ തൻ്റെ പീഡാനുഭവത്തെപ്പറ്റി സ്വശിഷ്യന്മാരോട് വീണ്ടും സംസാരിച്ചു. അവിടുന്ന് താമസിയാതെ സഹിക്കാനിരിക്കുന്ന നിന്ദനങ്ങളും പീഡകളും അവരോട് വിവരിച്ചു പറഞ്ഞു. ദൈവത്തിനുണ്ടാകുന്ന താഴ്ച കണ്ട് എളിമ പരിശീലിക്കാനാണ് അവിടുന്ന് ഇങ്ങനെ അരുളി ചെയ്തത്. എന്തായിരുന്നു ഫലം? യാക്കോബും യോഹന്നാൻ ഇവർ രണ്ടുപേരും സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കാനുള്ള ആഗ്രഹം അല്ലെങ്കിൽ താല്പര്യം പ്രദർശിപ്പിക്കുകയാണ് ഉണ്ടായത്. അവരുടെ മായാസ്തുതിയെയും അതിമോഹത്തെയും ദിവ്യരക്ഷകൻ ശാസിച്ചു. തന്നെത്താൻ താഴ്ത്തുന്നവർക്കുള്ളതാണ് തൻ്റെ രാജ്യമെന്ന് അവിടുന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. നമ്മുടെ കാര്യം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. കുരിശിന്റെ രഹസ്യം അറിഞ്ഞിട്ടില്ലാതിരുന്ന സ്ത്രീകന്മാരൊക്കെ ഒഴികഴിവൊക്കെ പറയാൻ ന്യായമുണ്ട്. എന്നാൽ പീഡാനുഭവത്തെപ്പറ്റി ചിന്തിക്കുന്ന നമുക്ക് അതിൽ നിന്ന് പ്രയോജനമെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് ഒഴികഴിവാണ് നമുക്കുള്ളത്? ധ്യാനം വഴി ആശാനിഗ്രഹവും എളിമയും അഭ്യസിക്കാൻ ഈശോയെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എന്നാൽ പലപ്പോഴും എതിർവശത്തേക്കാണ് ഞങ്ങളുടെ നീക്കം. സ്വാർത്ഥ സ്നേഹവും പിശാചും ഞങ്ങളെ എതിർവശത്തേക്ക് വലിക്കുകയാണ്. അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അങ്ങ് ഞങ്ങളെ എളിമ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ എത്ര പ്രാവശ്യം ആത്മവഞ്ചന ഞങ്ങളെ വഴിതെറ്റിക്കുന്നു. എപ്പോഴും ഞങ്ങൾ സ്വാർത്ഥതയാണ്. ഞങ്ങൾ വേഗം ശോഭിതരാകുകയാണ്.
ദിവ്യകാരുണ്യനാഥ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. സഹിക്കാനുള്ള ഞങ്ങളുടെ വൈമനസ്യത്തെ കീഴ്പ്പെടുത്തി വിജയം വരിക്കുന്നതിന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വാർത്ഥ സ്നേഹത്തിന് ലാഞ്ചനയുള്ള ഏതെങ്കിലും ഒരു ആഗ്രഹം നിഷേധിക്കേണ്ടതുള്ളപ്പോൾ ഞങ്ങൾ ബലഹീനരായി കാണപ്പെടുകയാണ്. അങ്ങയുടെ പരിശുദ്ധ നിവേശനങ്ങൾ നിറവേറ്റാതിരിക്കാൻ എന്തെങ്കിലും നിസ്സാര സംഗതി മതി. സർവോപരി ഞങ്ങളുടെ അഹങ്കാരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എളിമ പരിശീലിക്കാൻ അങ്ങയുടെ പരിശുദ്ധ പീഡാനുഭവത്തിലുള്ള വിശ്വാസത്തേക്കാൾ വിശിഷ്ടമായ മാർഗം എന്താണുള്ളത്? ഈശോയെ, യഥാർത്ഥ ക്ഷമയോടെയും ഉറച്ച എളിമയുടെയും ഉറവിടമേ, അങ്ങ് തന്നെ പരിശീലിക്കുവാൻ കനിഞ്ഞ ഈ പുണ്യങ്ങൾ ഞങ്ങളെയും അഭ്യസിപ്പിക്കണമേ. അങ്ങയുടെ പീഡാനുഭവം ഞങ്ങളെ ഫലമണിയാതിരിക്കാൻ അനുവദിക്കരുതേ. പീഡാനുഭവത്തെപ്പറ്റി ധ്യാനിക്കാൻ വേണ്ട കൃപാവരം അപേക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ സാഷ്ടാംഗം പ്രണമിക്കുന്നു. എളിമയും ക്ഷമയും കൂടാതെ ഞങ്ങൾ രക്ഷപ്പെടുകയില്ല എന്നത് ഞങ്ങളുടെ ജീവിത തത്വമായിരിക്കട്ടെ. എളിമയുണ്ടായിരിക്കുകയും ഞങ്ങളുടെ തന്നെ നീചത്വം ഞങ്ങൾ ഗ്രഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ക്ഷമയുണ്ടാവുകയുള്ളൂ എന്ന് ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ തിരിച്ചറിയുന്നു. യേശു ചെയ്ത അത്ഭുതങ്ങൾ കണ്ട് അപ്പസ്തോലന്മാർ വിസ്മയസ്തബ്ധരായിരിക്കുമ്പോഴാണ് അവിടുന്ന് തൻ്റെ പീഡാനുഭവത്തെപ്പറ്റി വീണ്ടും പ്രസ്താവന നടത്തിയത്. അവിടുന്ന് അവരോട് അരുളി ചെയ്തു, 2 ദിവസങ്ങൾക്ക് ശേഷം പെസഹായാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അന്ന് മനുഷ്യപുത്രൻ കുരിശുമരത്തിന് ഏൽപ്പിക്കപ്പെടും. തൻ്റെ ഇഷ്ടത്തിനെതിരായി യാതൊന്നും തനിക്ക് സംഭവിക്കുകയില്ല എന്ന് അപ്പസ്തോലന്മാരെ ഗ്രഹിപ്പിക്കുവാനാണ് അവിടുന്ന് ഇങ്ങനെ അരുളി ചെയ്തത്. അവിടുന്ന് കുരിശിൽ മരിക്കുമ്പോൾ അവർ ഇതോർത്ത് മനസ്സിലാക്കണം, അവിടുന്ന് നമ്മുടെ ദൈവമാണ്, മനുഷ്യപുത്രനാണ്, സത്യദൈവമാണ് എന്ന്. ഈ മഹാരഹസ്യ ബോധ്യപ്പെടുത്താൻ ഇതിനേക്കാൾ സ്പഷ്ടമായ ഒരു പ്രസ്താവന അവിടത്തേക്ക് ചെയ്യുവാൻ കഴിയുകയില്ല. കാഴ്ചശക്തിയോ ബോധമോ ഇല്ലാത്തവരെ പോലെ അവരിപ്പോഴും അവരിതൊന്നും മനസ്സിലാക്കുകയുമില്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെടുന്നതും നിന്ദിക്കപ്പെടുന്നതും ചമട്ടിക്കൊണ്ട് അടിക്കപ്പെടുന്നതും തുപ്പപ്പെടുന്നതും കൊല്ലപ്പെടുന്നതും വിശദമായി അവിടുന്ന് പ്രവചിച്ചു. എങ്കിലും അവർക്ക് മനസ്സിലായില്ല. അവരത് ഒരു ഉപമയോ അലങ്കാരമോ ആയി തള്ളുകയാണ് ചെയ്തത്. അവർ ആ വാക്കുകളുടെ അർത്ഥം തെറ്റിദ്ധരിച്ചു. ഈശോയുടെ പീഡാനുഭവം ഒഴികെ മറ്റെന്തെങ്കിലുമാണെന്ന് അവർ ഭാവന ചെയ്തു. അതിനാലാണ് ഈശോ അവരെ തളിച്ചു വളർന്ന് കാണാൻ ആഗ്രഹിച്ചിരുന്ന എളിമ അവരെ കാണാതെ വന്നത്. ഉന്നത സ്ഥാനത്തിനു വേണ്ടി അവർ സദാ മത്സരിച്ചുകൊണ്ടിരുന്നു.
അപ്പസ്തോലന്മാർ ഈ ദൃശ്യ ചിന്താഗതി അവലംബിച്ചത് എന്താണെന്ന് നാം ആരായേണ്ടതില്ല. നമ്മുടെ കാര്യം തന്നെ നമുക്ക് ചിന്തിച്ചു നോക്കാം. നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴും വായിക്കുമ്പോഴും നമ്മളും അവരെപ്പോലെ തന്നെയല്ലേ? നമ്മൾ ബോധമില്ലാത്ത മന്ദബുദ്ധികളായ ഭോഷരല്ലേ? ആരെന്തിന് ആർക്കു വേണ്ടി സഹിക്കുന്നുവെന്ന് പരിശോധിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം നിർജീവമായും നമ്മൾ വികാരശൂന്യരായും കാണപ്പെടുന്നു. ഈ ഹൃദയകാഠിന്യവും മാനസിക അന്ധകാരവും നശിച്ചു പോകുന്ന ആത്മാക്കൾക്കുള്ള ശിക്ഷയായിരിക്കുമോ? രക്ഷയുടെ രഹസ്യങ്ങൾ അത്തരക്കാർക്ക് അജ്ഞാതമായിരിക്കുമല്ലോ. ദിവ്യകാരുണ്യനാഥ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭയമുണ്ട്. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം പ്രസ്തുത ഭയം എന്ന് പറയുന്നത് ന്യായവുമാണ്. ഓ ദിവ്യപ്രകാശമേ, കാരുണ്യത്തിനായി ഞങ്ങൾ നിലവിളിക്കുകയാണ്. ഞങ്ങളുടെ അന്ധകാരത്തെ പ്രകാശിപ്പിക്കാൻ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. അങ്ങയുടെ പ്രകാശം ലഭിക്കുന്നതിന് ഞങ്ങൾ തീരെ അയോഗ്യരാണെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങയുടെ സഹായത്താൽ മേലിൽ അങ്ങയുടെ പ്രകാശം ദുരുപയോഗിക്കുകയില്ല എന്നും അങ്ങയുടെ സ്തുതിക്കായി വിനിയോഗിച്ചു കൊള്ളാമെന്നും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണമേ. ഞങ്ങളുടെ ഹൃദയ കാഠിന്യത്തെ മയപ്പെടുത്തണമേ. അങ്ങയുടെ ദുഃഖരഹസ്യങ്ങളെപ്പറ്റി ഭക്തിയോടും ശ്രദ്ധയോടും അനുതാപത്തോടും കൂടെ ധ്യാനിക്കുന്നതിന് ബുദ്ധി എന്ന ദാനം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ ദുരാശകൾ മുമ്പത്തേക്കാൾ ക്രമരഹിതമാണെങ്കിൽ എന്താണ് പ്രാർത്ഥനയുടെ പ്രയോജനം? കരുണാമയായ ഈശോയെ, പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങയുടെ പരിശുദ്ധമായ കൃപാവരം ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ഈശോയെ, ഈ ആരാധന നിമിഷങ്ങളിൽ അങ്ങയുടെ പരിശുദ്ധ മാതാവിന് ഞങ്ങളുടെ തന്നെ കാഴ്ചവെക്കുകയാണ്. എളിമയുള്ളവർക്കല്ലാതെ അങ്ങ് ബുദ്ധി എന്ന ദാനം നൽകുകയില്ല. ആകയാൽ ഞങ്ങളുടെ അയോഗ്യതകളെപ്പറ്റി ചിന്തിച്ച് ഞങ്ങളെ വീണ്ടും വീണ്ടും എളിമപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനായി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് ഈ നിമിഷങ്ങളിൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് നമുക്ക് നമ്മെ തന്നെ ഭരമേൽപ്പിക്കാം. നമുക്ക് വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 21-ാം തിരുവചനം. ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവലിരിക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. വിശുദ്ധ ലൂക്ക 11:21. ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവലിരിക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. ലൂക്ക 11:21. ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവലിരിക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. ലൂക്ക 11:21. ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവലിരിക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. ലൂക്ക 11:21. ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവലിരിക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്.
സ്നേഹനാഥനായ ഈശോയെ, ഈ തിരുവചനത്തിൽ അന്തശക്തിയാൻ ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും അങ്ങയുടെ സംരക്ഷണ വലയത്തെ സുരക്ഷിതമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് ജ്വലിപ്പിക്കണമേ, സ്പർശിക്കണമേ, സ്വന്തമാക്കണമേ, സൗഖ്യപ്പെടുത്തണമേ, വിശുദ്ധീകരിക്കണമേ, രൂപാന്തരപ്പെടുത്തണമേ. ആമേ. നമുക്ക് ഈ നിമിഷങ്ങളിൽ നമ്മുടെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും നമ്മുടെ എല്ലാ വസ്തുവകകളെയും നമ്മുടെ എല്ലാ യാത്രകളെയും ജോലി മേഖലകളെയും എല്ലാം അത്യുന്നതിൻ്റെ സംരക്ഷണത്തിന് കീഴിലാക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ നിമിഷങ്ങളിൽ എല്ലാ കുടുംബങ്ങളെയും അങ്ങേക്ക് ഞങ്ങൾ ഭരമേൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഓരോരുത്തരെയും കുടുംബങ്ങളെ അങ്ങ് ഭരമേൽക്കണമേ, അങ്ങ് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഏഷ്യ 8:18 ഞാനും കർത്താവ് എനിക്ക് നൽകിയ സന്താനങ്ങളും സിയോൻ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നുള്ള ഇസ്രായേലിലെ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കും. ഏഷ്യ 8:18 ഞാനും കർത്താവ് എനിക്ക് നൽകിയ സന്താനങ്ങളും സിയോൻ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നുള്ള ഇസ്രായേലിലെ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കും. ഏഷ്യ 8:18 ഞാനും കർത്താവ് എനിക്ക് നൽകിയ സന്താനങ്ങളും സിയോൻ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നുള്ള ഇസ്രായേലിലെ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കും. ഏഷ്യ 8:18 ഞാനും കർത്താവ് എനിക്ക് നൽകിയ സന്താനങ്ങളും സിയോൻ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നുള്ള ഇസ്രായേലിലെ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കും. ഏഷ്യ 8:18 ഞാനും കർത്താവ് എനിക്ക് നൽകിയ സന്താനങ്ങളും സിയോൻ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നുള്ള ഇസ്രായേലിലെ അടയാളങ്ങളും അത്ഭുതങ്ങളുമായിരിക്കും. സ്നേഹനാഥനായ ഈശോയെ, ഈ തിരുവചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ ഞങ്ങളുടെ ഓരോരുത്തരെയും കുടുംബങ്ങളെ അങ്ങ് ജ്വലിപ്പിക്കണമേ, സ്പർശിക്കണമേ, സ്വന്തമാക്കണമേ, സൗഖ്യപ്പെടുത്തണമേ, വിശുദ്ധീകരിക്കണമേ, രൂപാന്തരപ്പെടുത്തണമേ. നമുക്ക് ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ ദിവ്യകന്യ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷങ്ങളിൽ നമുക്കായിരിക്കാം. ഈശോയെ, ദിവ്യകാരുണ്യനാഥ, ഈ നിമിഷങ്ങളിൽ എല്ലാ ദമ്പതികളെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഓരോ ദമ്പതികളുടെയും കുടുംബങ്ങളെ, അവരുടെ ജീവിതത്തെ അങ്ങ് ഫലമണിയിക്കണമേ. തങ്ങളുടെ ജീവിത പങ്കാളിയെക്കുറിച്ചോർത്ത് അഭിമാനിക്കുവാൻ, ആനന്ദിക്കുവാൻ, സന്തോഷിക്കുവാൻ ഓരോ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. 1 സാമുവേൽ 1:8 എന്തിനാണ് നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്? എന്തിനു ദുഃഖിക്കുന്നു? ഞാൻ നിനക്ക് 10 പുത്രന്മാരിലും ഉപരിയല്ലേ? 1 സാമുവേൽ 1:8 എന്തിനാണ് നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്? എന്തിനു ദുഃഖിക്കുന്നു? ഞാൻ നിനക്ക് 10 പുത്രന്മാരിലും ഉപരിയല്ലേ? 1 സാമുവേൽ 1:8 എന്തിനാണ് നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്? എന്തിനു ദുഃഖിക്കുന്നു?
ഞാൻ നിനക്ക് 10 പുത്രന്മാരിലും ഉപരിയല്ലേ? 1 സാമുവേൽ 1:8. എന്തിനാണ് നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്? എന്തിനു ദുഃഖിക്കുന്നു? ഞാൻ നിനക്ക് 10 പുത്രന്മാരിലും ഉപരിയല്ലേ? 1 സാമുവേൽ 1:8. എന്തിനാണ് നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്? എന്തിനു ദുഃഖിക്കുന്നു? ഞാൻ നിനക്ക് 10 പുത്രന്മാരിലും ഉപരിയല്ലേ? സ്നേഹനാഥനായ ഈശോയെ, ഈ തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ എല്ലാ ദമ്പതികളുടെയും ജീവിതങ്ങളെ അങ്ങ് ജ്വലിപ്പിക്കണമേ, സ്പർശിക്കണമേ, സ്വന്തമാക്കണമേ, സൗഖ്യപ്പെടുത്തണമേ, വിശുദ്ധീകരിക്കണമേ, രൂപാന്തരപ്പെടുത്തണമേ. നമുക്ക് ഈ നിമിഷങ്ങളിൽ എല്ലാ ദമ്പതികളെയും, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിലുള്ള എല്ലാ ദമ്പതികളെയും സമർപ്പിച്ചുകൊണ്ട് ദിവ്യകരണ സന്നദ്ധി നമുക്കായിരിക്കാം. ദിവ്യകാരുണ്യനാഥ, ഈ നിമിഷങ്ങളിൽ എല്ലാ ഉദരസ്ഥ ശിശുക്കളെയും തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മ എലിസബത്തിനെ കണ്ട നിമിഷങ്ങളിൽ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു യോഹന്നാൻ കുതിച്ചു ചാടിയ പോലെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതുപോലെ എല്ലാ ഉദരസ്ഥ ശിശുക്കളും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതിനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗലാത്യ 1:15. ഞാൻ മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു, തൻ്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. ഗലാത്യ 1:15. ഞാൻ മാതാവിൻ്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു, തൻ്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. ഗലാത്യ 1:15. ഞാൻ മാതാവിൻ്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു, തൻ്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. ഗലാത്യ 1:15. ഞാൻ മാതാവിൻ്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു, തൻ്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. ഗലാത്യ 1:15. ഞാൻ മാതാവിൻ്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു, തൻ്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. സ്നേഹനാഥനായ ഈശോയെ, ഈ തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ എല്ലാ ഉദരസ്ഥ ശിശുക്കളെയും അങ്ങ് ജ്വലിപ്പിക്കണമേ, സ്പർശിക്കണമേ, സ്വന്തമാക്കണമേ, സൗഖ്യപ്പെടുത്തണമേ, വിശുദ്ധീകരിക്കണമേ, രൂപാന്തരപ്പെടുത്തണമേ. ആമേ. നമുക്ക് ഈ നിമിഷങ്ങളിൽ എല്ലാ ഉദരസ്ഥ ശിശുക്കളെയും, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിലുള്ള എല്ലാ ഉദരസ്ഥ ശിശുക്കളെയും ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ നിമിഷങ്ങളിൽ ആയിരിക്കാം. നമുക്ക് ഈ നിമിഷങ്ങളിൽ എല്ലാ ബാലിക ബാലന്മാരെ സമർപ്പിക്കാം. ഈശോയെ, എല്ലാ ബാലിക ബാലന്മാരുടെ ജീവിതങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ. ലൂക്ക 2:52. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ലൂക്ക 2:52. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ലൂക്ക 2:52. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ഈശോയെ, എല്ലാ ബാലികമാലന്മാരെയും ഈ തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ജ്വലിപ്പിക്കണമേ, സ്പർശിക്കണമേ, സ്വന്തമാക്കണമേ, സൗഖ്യപ്പെടുത്തണമേ, വിശുദ്ധീകരിക്കണമേ, രൂപാന്തരപ്പെടുത്തണമേ. ആമേ. ഈ നിമിഷങ്ങളിൽ എല്ലാ ബാലിക ബാലന്മാരെയും, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിലുള്ള എല്ലാ ബാലികൻ ബാലബാലവരെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷങ്ങളിൽ നമുക്കായിരിക്കാം. ഈശോയെ, അങ്ങ് ഞങ്ങളുടെ എല്ലാമാണ്. അങ്ങയുടെ പാദാന്തികത്തിൽ ആയിരിക്കുന്ന ഞങ്ങളെ അങ്ങ് കടാക്ഷിക്കണമേ. ഞങ്ങളുടെ ഹൃദയം ശൂന്യമാണ്. ഭക്തിയാകുന്ന തൂമധുവില്ലാതെ അത് വാടിക്കരിയാൻ തുടങ്ങുന്നു. അങ്ങേക്ക് കാഴ്ച അണയ്ക്കാൻ ഞങ്ങളുടെ പരിമിതികളും പരാധീനതകളുമല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നുമില്ല. അങ്ങയെ സ്നേഹിക്കണമെന്നും സേവിക്കണമെന്നും ഞങ്ങൾക്ക് ആശയുണ്ട്.
അങ്ങയുടെ തൃപ്പാദത്തിങ്കൽ ഏറെ നേരം ധ്യാന നിർലീനരായിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ പാവകളെ പറ്റി കണ്ണീര് പറ്റുവോളം കരഞ്ഞാലേ ഞങ്ങൾക്ക് മതി വരികയുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് ഏകിയിട്ടുള്ള വരനിരകളെക്കുറിച്ച് ഉദയം മുതൽ അസ്തമയം വരെ അങ്ങയോട് നന്ദി പറഞ്ഞാൽ തീരുന്നതല്ല എന്ന് ഞങ്ങൾക്കറിയാം. അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നതാണ് ഞങ്ങളുടെ ജീവിതാനന്ദം. കൈകൾ കൂപ്പിക്കൊണ്ട് അങ്ങയുടെ തിരുമുഖം ദർശിച്ച് അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ഞങ്ങൾ മറക്കും. അങ്ങോട്ട് പറയേണ്ടതായി ഒരു 100,000 കാര്യങ്ങൾ ഞങ്ങളുടെ അന്തരാത്മാവിൽ ഉയർന്നു വരുന്നുണ്ട്. ഞങ്ങളെ അങ്ങേക്കായി സൃഷ്ടിച്ചു. അങ്ങേ വിലയം പ്രാപിക്കുന്നത് വരെ ഞങ്ങൾ സ്വസ്ഥത അനുഭവിക്കുകയില്ല. ഈശോയെ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താ പൂവണിയാത്തത്? അങ്ങയുടെ സ്നേഹം വിട്ട് ഞങ്ങൾ ലൗകിക വസ്തുക്കളിലേക്ക് ഓടിപ്പോവുകയാണെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുവാനല്ല ഞങ്ങളുടെ ശ്രമമെന്ന് ഞങ്ങൾക്കറിയാം. മനുഷ്യ സഹവാസവും സംഭാഷണവും തേടി അന്യരുടെ പക്കലേക്ക് എത്താനായിട്ട് ഞങ്ങൾ തിടുക്കം കൂട്ടുകയാണ്. അങ്ങോട്ട് ഞങ്ങൾ ചെയ്ത 100,000 തെറ്റുകൾ എണ്ണി ഏറ്റു പറഞ്ഞ് കരയേണ്ട ഞങ്ങൾ അന്ധമായും ഉപരിപ്ലവമായും കളിച്ചും ചിരിച്ചുമൊക്കെ കഴിയുകയാണ്. ധ്യാനിക്കാൻ പലപ്പോഴും മടിയാണ്. പ്രാർത്ഥന ഞങ്ങൾ ഉപേക്ഷിക്കാറുണ്ട്. അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ മുഴുവൻ സമയം അങ്ങയുടെ മുമ്പിൽ ആയിരിക്കേണ്ട ഞങ്ങൾ മനുഷ്യരുടെ സ്തുതിപ്പ് തേടി 4 പാടം പോകാറുണ്ട്. അങ്ങയുടെ വേദനകളെപ്പറ്റി വിചാരമില്ലാതെ ഞങ്ങൾ എന്നും ഞങ്ങളുടെ ദുഃഖങ്ങൾ ഓർത്തോർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങേ തള്ളി ആകാവുന്നത്ര ലോകസുഖങ്ങൾ ലഭിച്ചാൽ സ്വസ്ഥതയുണ്ടാകുമെന്ന് ഞങ്ങൾ വ്യാമോഹിച്ചു പോയി. ഈശോയെ, ഞങ്ങളുടെ അന്ധതയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ അജ്ഞതയെ അങ്ങ് അകറ്റിത്തരണമേ. അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അങ്ങ് ഞങ്ങളെ വലിച്ചടിപ്പിക്കണമേ. അങ്ങേ വിട്ട് മറ്റൊരിടത്തേക്കും ഞങ്ങൾ പോകാൻ അങ്ങ് ഇടവരുത്തരുതേ. അങ്ങയുടെ പാദപത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് കിടക്കുന്ന ഞങ്ങളിലേക്ക് അങ്ങയുടെ വരമാധുരി ചൊരിയണമേ. അങ്ങയുടെ മുഖം ദർശനം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് നിർവൃതി നൽകണമേ. അങ്ങയോട് സംഭാഷിക്കാനുള്ള കല അങ്ങ് തന്നെ ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. ധ്യാനം ഞങ്ങൾക്ക് ഇമ്പമാകട്ടെ. പ്രാർത്ഥന ഞങ്ങളുടെ പ്രാണവായുവാകട്ടെ. ഈശോയെ, ഇതെല്ലാം അങ്ങയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. മരിച്ചുപോയ ലാസറിനെ ഈശോ അത്ഭുതകരമായി ഉയർപ്പിച്ച വാർത്ത പുറത്തു വന്നപ്പോൾ പല യഹൂദരും മനസ്സാന്തരപ്പെട്ട് ഈശോ ദൈവപുത്രനാണ് എന്ന് ഏറ്റുപറയുകയുണ്ടായി. അവിടുത്തെ അത്ഭുതങ്ങളിൽ ഒടുവിലെത്തേതും എത്രയും ഹൃദയസ്പർശകവുമായിരുന്നു അത്. ഒടുവിലേക്ക് ഇത് മാറ്റിവെച്ചത് ദിവ്യമായ ഉദ്ദേശത്തോടുകൂടെ തന്നെയായിരിക്കണം. തദവസരത്തിൽ ചില ആളുകൾ ഫരിസേയരുടെ അടുക്കൽ പോയി ഈശോയ്ക്ക് ലഭിച്ച പ്രശസ്തിയെപ്പറ്റിയും ഈ അത്ഭുത നിമിത്തം അവിടുത്തെ അനുയായികളുടെ സംഖ്യക്കുണ്ടായിരിക്കുന്ന വർധനയെപ്പറ്റിയും അവരോട് സംസാരിച്ചു. തക്ഷണം ഫരിസേയരും ജനപ്രമാണികളും അധികാരികളുമൊക്കെ കയ്യാഭാസിന്റെ ഭവനത്തിൽ സമ്മേളിച്ച് ഈശോയ്ക്കെതിരായിട്ട് ആലോചനകൾ നടത്തി.
ഈ അത്ഭുതത്തിൻ്റെ സത്യാവസ്ഥ അവർക്ക് നിഷേധിക്കാനോ മറച്ചു വയ്ക്കാനോ ഒന്നും മാർഗമില്ലായിരുന്നു. അതുകണ്ട് താല്പര്യപൂർവ്വം അവർ ഈശോയെ ബഹുമാനിക്കേണ്ടതിന് പകരം അവിടുത്തെ അങ്ങേയറ്റം വെറുത്തിരുന്ന ആ നീചജനത ഒന്നുകൂടി ക്രോധിക്കുകയും ശോഭിക്കുകയുമാണ് ചെയ്തത്. ക്രമരഹിതമായ ദുരാശകൾ എവിടേക്ക് തന്നെ നമ്മളെ ആനയിക്കുകയില്ല. ഈശോയുടെ പീഡാനുഭവത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ ഈ സംഗതി നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ടതാണ്. ലോകദൃഷ്ടിയിൽ പീഡാനുഭവത്തിൻ്റെ കാരണം എന്താണ്? യഹൂദ ഭരണാധികാരികളുടെ അന്ധമായ ദുരാശയാണ്. ദൈവത്തിന് മുമ്പാകെ അതിനുള്ള കാരണം എന്താണ്? നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ. ഈ പാപങ്ങൾ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? നമ്മുടെ ആന്തരിക ദുർഗുണങ്ങളിൽ നിന്ന്, വിശിഷ്യ നമ്മുടെ ഹൃദയത്തിൻ്റെ വികാരങ്ങളെയെല്ലാം ഭരിക്കുന്ന സ്ഥായിയായ ഏക ദുർഗുണത്തിൽ നിന്ന്. ദുർഗണങ്ങളെ അഥവാ ദുരാശകളെ നിഗ്രഹിച്ചാണ് വിശുദ്ധരെല്ലാവരും പുണ്യാഭിവൃദ്ധി പ്രാപിച്ചതെന്ന് അവരുടെ ജീവചരിത്രം വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പുണ്യവാന്മാർ വിശുദ്ധ പദത്തിന് വേണ്ടി വിനിയോഗിച്ച ഈ ദുർഗുണങ്ങൾ ഈശോയെ അങ്ങേ ദ്രോഹിക്കുന്നതിനായാണ് ഞങ്ങൾ വിനിയോഗിക്കുന്നത്. ഈ ദുർഗുണങ്ങളെ അങ്ങ് ഞങ്ങളുടെ പ്രകൃതി നിക്ഷേപിച്ചത് അവയെ തിന്മയുടെ ഉപകരണങ്ങളോ സന്ദർഭങ്ങളോ ആക്കുവാനായിട്ടല്ല, പുണ്യ അഭ്യാസത്തിന് സന്ദർഭമുണ്ടാക്കാൻ വേണ്ടിയാണ്. കയ്യാഭാസിന്റെ ഭവനത്തിൽ പരിസേർ ചെയ്തതുപോലെ ഞങ്ങളുടെ ഹൃദയത്തിലെ ദുർഗുണങ്ങളോട് ഞങ്ങൾ ഉപദേശം ചോദിക്കുന്നു. ഈ ഉപദേശങ്ങളുടെ ഫലം എന്താണ്? അങ്ങേക്കെതിരായ ദ്രോഹങ്ങൾ കരുപിടിപ്പിക്കുക. എന്താണ് ഇതിന് പരിഹാര മാർഗം? എന്താണ് എനിക്കൊരു അഭയം? ഈശോയെ, അങ്ങയ്ക്ക് മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ കഴിയുകയുള്ളൂ. ആകയാൽ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഞങ്ങളുടെ ദുർഗുണ കേന്ദ്രങ്ങൾ അങ്ങയുടെ പരിശുദ്ധ കൽപ്പനകൾ നിയന്ത്രിക്കപ്പെടുവാനും വിശ്വാസത്തിനും യുക്തിക്കും കീഴ്പ്പെട്ടിരിക്കാനും വേണ്ട അനുഗ്രഹം ഈശോയെ അങ്ങയുടെ പീഡാനുഭവത്തെ പ്രതി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ നിരവധി ദുഷിച്ച വാസനകൾ നിമിത്തം ഞങ്ങളുടെ രോഗങ്ങൾ പലത് ഭയങ്കരമാണ്. തിന്മയിലേക്ക് ഞങ്ങളെ വീഴിക്കുന്ന ശക്തികളേക്കാൾ നന്മയിൽ ഉറച്ചു നിൽക്കുന്നതിനും നന്മ പ്രവർത്തിക്കുന്നതിന് സഹായിക്കാനും അങ്ങയുടെ വിജ്ഞാനവും കാരുണ്യവും കൃപാവരവും കൂടുതൽ കരുത്തേറിയ സഹായങ്ങളാണ്. സർവോപരി ഞങ്ങൾ ഭയപ്പെടുന്നത് അഹങ്കാരമാണ്. വിനീതരുടെ നിയന്താവും എളിമയുടെ ഗുരുവുമായ അങ്ങയോട് ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങളുടെ സകല തിന്മകളുടെയും മൂലത്തെയും ഉത്ഭവസ്ഥാനത്തെയും എതിരിടുന്നതിന് ഞങ്ങൾക്ക് പ്രകാശം നൽകണമേ.
നമ്മുടെ അഹങ്കാരം നമുക്കറിയാൻ സാധിക്കാത്തതിനാൽ നമ്മുടെ വിചാരങ്ങളും ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും പ്രവൃത്തികളും പരിശോധിച്ച് നമ്മുടെ വീഴ്ച എവിടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈശോയെ, ഈ നിമിഷം തിരുസന്നിധിയിലായിരിക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതിനെയോർ നന്ദി പറയുന്നു. അങ്ങയുടെ അനന്തമായ കൃപയും കരുണയും ഞങ്ങളിലേക്ക് വർഷിച്ചതിനെയോർ ഞങ്ങൾ നന്ദി പറയുന്നു.
അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്താവും പരിപാലകനും സംരക്ഷകനും ഒക്കെയാണ് എന്ന് ഞങ്ങൾ ഈ നിമിഷം തിരിച്ചറിയുന്നു. ഈശോയെ, ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയുടേതായി ഞങ്ങളെ സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് അങ്ങ് മാത്രമേ ഉള്ളൂ. ഈശോയെ, ഓരോ അണുവിലും അങ്ങയുടെ സ്നേഹം തിരിച്ചറിയാനായിട്ട് വെമ്പൽ കൊടുന്ന ഞങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ. ഈശോയെ, ജീവിതത്തിൽ അനുകൂലവും പ്രതികൂലമായ ഏത് സാഹചര്യങ്ങൾ കടന്നു വന്നാലും അവയെല്ലാം സമചിത്തതയോടെ സ്വീകരിക്കുവാനും ദിവ്യകാരുണ്യ സന്നിധി ആശ്രയം കണ്ടെത്തുവാനും ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. നമുക്ക് ഈ നിമിഷങ്ങളിൽ തിരുസന്നിധിയിലായിരിക്കുവാനായിട്ട് നമ്മളെ അനുഗ്രഹിച്ച നല്ല തമ്പുരാൻ നന്ദി പറയാം. അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്നതിനെ ഓർത്ത് നന്ദി പറയാം. എല്ലാ നിർണായ ഘട്ടങ്ങളിലും ദിവ്യകാരുണ്യം നമ്മുടെ കൂടെയുണ്ട് എന്ന് നമുക്ക് വിശ്വസിച്ച് ഏറ്റുപറയാം. ഈശോയെ, ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും നിയോഗങ്ങളെയും തിരുസന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി സമർപ്പിക്കുകയാണ്. ഈശോയെ, ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ